ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പാലുവണ്ടി വരുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലുവണ്ടി ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 6-6:30 ആയി. സാധാരണ നേരത്തെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ വിരിച്ചിട്ട് തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നക്ഷത്രം ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ എന്താ അവിടെ റബ്ബറൊക്കെ വെട്ടുന്നുണ്ട്. അമ്മ ഇവിടെ പാല് വാങ്ങാനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോഴാണ് മേരി ചേച്ചി പാല് വാങ്ങാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേക്കിനും നമ്മുടെ പാല് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് താമസിച്ചാട്ടോ വന്നത്. എന്നും 6:30 ആകുമ്പോൾ വരും. ഇന്ന് വന്നപ്പോൾ 7-7:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഏട്ടായിക്ക് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് അബീനെ കൊണ്ടുവിടുന്ന ഏട്ടായാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാല് വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിവിടെ അടുത്തുള്ള വീട്ടുകാരെല്ലാം ഇങ്ങനെ ഈ വണ്ടിയിൽ വരുന്ന പാലാണ് കേട്ടോ വാങ്ങുന്നത്. പിന്നെ വേറൊരു ചേച്ചി മുകളിൽ പാലൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ വണ്ടിയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഇതാ അമ്മ പാലൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ എണീറ്റെങ്കിലും പരിപാടികളൊന്നും നടന്നില്ല കേട്ടോ. കുഞ്ഞാപ്പി എൻ്റെ ഒപ്പം തന്നെ എണീറ്റ് വന്നു. പിന്നെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. കുറേ നേരം ഭയങ്കര വഴക്കും ചിത്താന്തവും കാർച്ചയൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ ഒരു മുത്തുമാലയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പാൽ ചായ ഉണ്ടാക്കാനായിട്ട് പോയിട്ടോ. പിന്നെ ഇതാ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പി എൻ്റെ കാൽച്ചോട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കരയും, പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കും. അങ്ങനെ സമാധാനപരമായിട്ട് ഇടയ്ക്ക് നിൽക്കും. അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൽ ചായ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നേട്ടയ്ക്ക് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും താമസിച്ചാണ് കേട്ടോ എണീറ്റത്. അച്ഛനും അതെ. പിന്നെ തണുപ്പുമല്ലേ, ഭയങ്കര തണുപ്പാണ് രാവിലെ ഇവിടെയൊക്കെ. പിന്നെ ജലദോഷക്കോളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ കിട്ടിയതാന്ന് തോന്നുന്നു. ദാബി ഇട്ടിട്ടില്ല, നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്നലെ ഫോണിൽ തോണ്ടി കുറേ പരിപാടിയായിരുന്നു, കാർട്ടൂൺ കാണലൊക്കെ ആയിട്ട് താമസിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഏറ്റു വരാത്തത്. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് താമസിച്ചേട്ടാ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വന്നിട്ടൊരു കുഞ്ഞു മെഴുക്കുവരട്ടി, ഒരു പാവയ്ക്കത്തോരനും ഉണ്ടാക്കി, ചോറും ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇന്ന് കാപ്പിക്ക് ഇന്നും പുട്ടാണ്, പുട്ടുരുമീസ് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് കാലാക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അവനുള്ള പൊതിയൊക്കെ കെട്ടി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെയുള്ള പരിപാടികളെല്ലാം ഷടുപൂക്കെന്നാണ്. പിന്നെ ഉണ്ടാക്കുന്നതൊന്നും കാണിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ അമ്മ രാവിലെ മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. അമ്മയ്ക്ക് വയ്യ, അവൻ്റെ കാലിനൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വയ്യ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ മുറ്റമൊക്കെ അടിച്ച് വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്മ മുറ്റമൊക്കെ തൂക്കുന്നുണ്ട്. ഞാൻ പിന്നെ തിണ്ണയും പെരയ്ക്കാവും ഒക്കെ അടിച്ചു വാരി. അപ്പോൾ ഇനിയിപ്പം അവനെ നഴ്സറി വിടുന്നതിന് മുന്നേ ഷീന ചേച്ചിയുടെ അടുത്ത് വരെ ഒന്ന് പോകണം. കുറച്ച് തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവനെ അത് പറഞ്ഞ് എണീപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഷീന ചേച്ചിയുടെ അടുത്ത് പോകണം, തുണി തയ്ക്കാൻ കൊടുക്കാൻ പോകണം, വേഗം ഏറ്റോളാൻ പറഞ്ഞു ഒരു തരത്തിൽ എണീപ്പിച്ചു. ഇന്നലെ താമസിച്ചായിരുന്നു കിടന്നപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരം ഉറങ്ങിയത്. പിന്നെ ഏട്ട ഉള്ളതുകൊണ്ട് കൊണ്ടുവിടാൻ വണ്ടിക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി താമസിച്ചാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 4 പേരൂടെ കേട്ടോ ഷീന ചേച്ചിയുടെ അടുത്തിട്ട് പോയത്. കുറച്ച് തുണിയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു ചുരിദാർ കഴിഞ്ഞ ഓണത്തിന് എടുത്ത് വെച്ചാട്ടോ. എനിക്ക് ഇന്നലെയാണ് അത് തയ്ക്കാനായിട്ട് കൊടുക്കാനായിട്ട് അവസരം കിട്ടിയത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഷീന ചേച്ചി തന്നെയുള്ളായിരുന്നു. ഷീന ചേച്ചിക്കും ജലദോഷവും പനി ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവന്മാർ തുണിയൊക്കെ പെറുക്കലും പരിപാടികളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ തുണിയൊക്കെ കൊടുത്തിട്ട് ഇതാ തിരിച്ച് വരുന്നുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിൻ്റെ അവിടെ എത്തി. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെ നഴ്സറിയിൽ കൊണ്ടുവിടാനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. ഇനി കുളിപ്പിക്കണം, ഒരുക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണുള്ളത്. അപ്പോൾ ഇതാ പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കുളിച്ച് റെഡി സുന്ദരിമണിയായിട്ട് ഞങ്ങൾ ഇന്നത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പോകാൻ മടിയാണ്. നേട്ടയും കൂടെ വീട്ടിലിരിക്കുന്നുണ്ട്, പിന്നെ അമ്മയും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ മടിയാണ്, എന്നാലും പറഞ്ഞു വിടുകയാണ്. ഒരു ദിവസം പോയില്ലേ പിന്നെ മടി കൂടത്തല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. പിന്നെ രാവിലെ വെളുപ്പിന് ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുണിയൊക്കെ പിന്നെ പകുതി ഉണങ്ങി കേട്ടോ. അവർ പോകാറായപ്പോഴത്തേക്കിനും പിന്നെ പുട്ടാണ് രാവിലെ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നൊക്കെ മടക്കി വെച്ചിട്ടോ. പിന്നെ കുറച്ചുകൂടെ തുണിയെടുത്ത് വിരിച്ചു. അപ്പോൾ അമ്മ മാച്ചുവെന്നേ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചേമ്പൊക്കെ പറിച്ചുകൊണ്ട് വന്നു. ഇനി ചേമ്പൊക്കെ വൈകിട്ട് പുഴുങ്ങാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കയ്യൂർക്കൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയ്യൂർക്കൊന്ന് പോകണം. പിന്നെ എൻ്റെ വായുടെ അകത്തായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കുരു പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ആണെങ്കിൽ ഒന്ന് കാണിക്കണം, സമയമൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അബീനെ നഴ്സറിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നതിന് മുന്നേ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് 5 മണിയൊക്കെ ആകുമ്പോഴേ ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്തൊരു സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒത്താലാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ കയ്യൂരെത്താറായിട്ടുണ്ട്. കയ്യൂരിൻ്റെ ബോർഡർ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം വീട്ടിലത്തെ റേഷൻ കാർഡ് എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം വില്ലേജിലൊക്കെ പോകേണ്ട ഒരു ആവശ്യങ്ങളൊക്കെ വന്നപ്പോഴേ ഞാൻ എൻ്റെ റേഷൻ കാർഡൊക്കെ വീട്ടിൽ പോയി നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റേത് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. വീട്ടിൽ അനിയത്തി വന്നിട്ടുണ്ട്. അനിയത്തിയും പിള്ളേരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവരെയും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ മെയിനായിട്ട് വീട്ടിൽ പോയത്. അപ്പോൾ അബി വരുന്നതിനിപ്പുറം തിരിച്ചു വരണം. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു സമയമായി. ഒരുങ്ങിപ്പറക്കിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിനും അബീനെ കൊണ്ടേ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ 10-10:30 ഇപ്പം ഇനിയിപ്പം 2 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാലാണ് 2-2:30 ഒക്കെ ആ സമയത്തോടു കൂടി ഇറങ്ങിയാലാണ് നമുക്ക് അബീനെ വിടുന്ന സമയത്തിനുള്ളിൽ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിൽ പോലത്തെ അവസ്ഥ അറിയാമല്ലോ. നമ്മളവിടെ വർത്താനം പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മുടെ സമപ്രായക്കാരായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ വർത്താനം പറഞ്ഞ് ലാത്തി അടിച്ചിരുന്ന സമയം പോകുന്നേ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അനിയത്തിയുടെ പിള്ളേർ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പം അച്ഛൻ ദാ വെട്ടും പാലടയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു. തമാശകളൊക്കെ പറഞ്ഞ് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാപ്പി കുടിക്കുന്ന ഭാഗമാണ്. പോരുന്നതിനിപ്പുറം വീട്ടിൽ നിന്ന് ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് മറന്നു പോയിട്ടോ വീഡിയോ എടുക്കാനൊക്കെ അപ്പോഴത്തെ ഒരു ഇതിൽ. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് റിട്ടേൺ പോരുകയാണ്. അബിനെ നഴ്സറിയിൽ നിന്ന് പിക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെച്ചടിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോക്ക് നടക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നാൽ അബി നഴ്സറിയിൽ നിന്ന് ഉറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുന്ന കിടന്ന് ഉറങ്ങലൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. അതുകൊണ്ട് എല്ലാം ഓർഡർ തെറ്റിയാണ് കേട്ടോ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട്. ഇനി അബിക്കുട്ടനെയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു പോകണം. വീട്ടിൽ കൊണ്ടുപോയി 2 പേരെയും കുറച്ച് നേരം കൂടെ കിടത്തി ഉറക്കണം എന്നുണ്ട്. കുഞ്ഞാപ്പി ആണെങ്കിലും ഇന്ന് അധികം ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചിത്താന്തമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ കാറ്റടിച്ച് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. എന്നാലും അബിയുടെ അടുത്തെത്തി അബീനെ വിളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ എണീറ്റു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ കൊണ്ടുപോയി ഇവിടെ കിടത്തി ഉറക്കി കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് അവസ്ഥ എന്നറിയത്തില്ല. അപ്പം നമ്മളിതാ അബീനെയൊക്കെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു കേട്ടോ, അപ്പം ഇന്ന് ഉറങ്ങിയിട്ടില്ല, അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴേ ഉറങ്ങാൻ സാധ്യതയുണ്ട്, ഉറക്കം വന്നാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കയറിയതേ കാറച്ചിയും കൂച്ചിയും ബഹളങ്ങളായിരുന്നു കേട്ടോ. കാരണം ഉറക്കം ശരിയായില്ല. 2 പേരും ഭയങ്കര വഴക്കാണ്. പിന്നെ 2 പേരും വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഒരാളെ എടുക്കുമ്പോൾ ഒരാൾക്ക് പ്രശ്നം. അങ്ങനെ 2 പേരും ഒരുമിച്ച് വഴക്ക് തുടങ്ങിയ നമ്മുടെ സ്വൈര്യം മൊത്തം പോകും കേട്ടോ. പിന്നെ അവർ 2 പേരും ശാന്തമാക്കണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാണ്. ആ സമയത്ത് ഞാൻ തിണ്ണയൊക്കെ ഒന്ന് അടിച്ചു വാരി, പെരയൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടോ. അത് കഴിഞ്ഞ് വന്ന് കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ വെച്ചു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് വിളി കുറച്ച് തുണി എടുക്കണമല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഏട്ടാ അവിടെ ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തുണി പറക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ആശുപത്രിപ്പോക്കൊന്നും നടപടിയാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്കത് ഹോസ്പിറ്റലിൽ കാണിക്കാഞ്ഞിട്ട് ഭയങ്കര ഒരു മനോവിഷമമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ചില സമയത്ത് സംഭവിക്കുന്നതൊക്കെ അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് സംഭവിക്കുന്നത് വേറൊന്നായിരിക്കും. അപ്പം ഞാൻ തുണിയൊക്കെ എടുത്തുകൊണ്ട് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.